നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു റിവേഴ്സ് പെയിൻറ്റിംഗ് ആണ് ബോട്ടിലിൽ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ട് ഒരു വൈറ്റ് ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് മെറ്റാലിക് പെയിൻറ്റ്സ് ആണ്. മെറ്റാലിക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പെയിൻറ്റ് എടുത്താലും മതി. അതല്ല, നമ്മൾ ഓൾറെഡി മെറ്റാലിക് പെയിൻറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് നോക്കിയിട്ട് അതിലേതെങ്കിലും വെച്ചിട്ട് മെറ്റാലിക് പെയിൻറ്റ്സ് ഉണ്ടാക്കിയാലും മതി. അപ്പം ഞാൻ ഇവിടെ മെറ്റാലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. യെല്ലോ കളറാണ് ഫസ്റ്റ് എടുത്തത്. ആ യെല്ലോ കളർ ഇങ്ങനെ സ്പോഞ്ച് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ബോട്ടിൽ ഫുള്ളായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ ഇവിടെ കുറച്ച് കുറച്ചായിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതൊരു പേൾ ഡെസേർട്ട് ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അതായത് ഏകദേശം ഒരു ഓറഞ്ചിൻ്റെ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. അപ്പം ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് സ്ഥലത്ത് കൂടെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ പിങ്ക് എടുത്തിട്ടുണ്ട്. അതായത് പേൾ പിങ്ക് ആണ് എടുത്തത്. അതും കൂടെ ഇതിൽ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഡാബ് ചെയ്യുമ്പോൾ നമ്മൾ ആ വൈറ്റ് മൊത്തമായിട്ട് കവർ ആവണം എന്ന പല കളേഴ്സാണ് വരേണ്ടത്. പിന്നെ നമുക്ക് എന്ത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മാച്ച് ആവുന്ന കളേഴ്സ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സ്പോഞ്ച് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ബ്ലൂ ആണ് ചെയ്യുന്നത്. പേൾ ബ്ലൂവും കൂടെ ഞാൻ ഇതിൽ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ബോട്ടിൽ ഫില്ലായി. അപ്പം ഇനിയും ബോട്ടിൽ ഫില്ലായിട്ടില്ലെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ചൂസ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മെറ്റാലിക് പെയിൻറ്റ് മൊത്തമായിട്ട് ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇനിയത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാർക്കർ അല്ലെങ്കിൽ സ്കെച്ച് പെൻ എടുക്കാം.
അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ ഇതിലേക്ക് വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഫ്ലവറും ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ ചൂസ് ചെയ്തത്. അതിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിനി ബ്ലാക്ക് പെയിൻ്റാണ് ആവശ്യം. അപ്പം ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ ഈ വരച്ച ഡിസൈനിൻ്റെ ഉള്ളിലല്ലാതെ പുറത്താണ് നമ്മൾ ഈ ബ്ലാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, മാറിപ്പോവാൻ പാടില്ല. നമ്മൾ വരച്ച ഡിസൈനിൻ്റെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം കുളമാവും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ മൊത്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ മേലെ ക്യാപ്പിൻ്റെ ഭാഗത്ത് ഞാൻ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഈ ഒരു ബോട്ടിലിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലാക്കാണ്. അപ്പോൾ ഞാൻ അവിടെയും കൂടെ ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം സിമ്പിളാണ്, പക്ഷെ നല്ല ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാം. വരയ്ക്കാനും ഒന്നും അറിയണ്ട. നമുക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് സ്റ്റെൻസിൽ പേപ്പറിനെ കൊണ്ട് സ്റ്റെൻസിലൊക്കെ ഉണ്ടാക്കിയിട്ടായാലും ചെയ്താൽ മതി. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.